ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയകാല റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ അമ്മമാർ എന്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമല്ലേ നമുക്ക് പണ്ട് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഈ ഒരു റെസിപ്പി ഇപ്പോൾ ഇൻസ്റ്റയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പലഹാരം അത്രയ്ക്ക് ടേസ്റ്റാണ്, എളുപ്പമാണ്, ഹെൽത്തിയാണ്. എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർക്കാം. ശർക്കര ഒന്നില്ലെങ്കിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ചീകിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഷോപ്പുകളിൽ പൊടിച്ച ശർക്കര കിട്ടാനുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 3 ചെറിയ പഴം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങ കൊത്താണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ശർക്കര പാനിയായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. പാനിയായിട്ട് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശർക്കര പൊടിച്ച് ചേർക്കുന്നതാണ് ഈ ഒരു പലഹാരത്തിന് നല്ലത്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതൊരു ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് അടുപ്പിലേക്ക് വെക്കാം. ഒന്ന് ചൂടാതിന് ശേഷം ഒന്ന് നെയ്യ് തടവി കൊടുക്കാം. ഇനിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം. കൈ നന്നായിട്ട് ഇതിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു ഉരുള ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ദോശക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് ഇത് പരത്തിയെടുക്കാം. പരത്താൻ വല്ല ബുദ്ധിമുട്ടും തോന്നുകയാണെങ്കിൽ വെള്ളത്തിൽ മുക്കിയ ശേഷം ഒന്ന് പരത്തിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു മൂടി വെച്ച് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു പലഹാരം. ഇനി നമുക്ക് അടുത്തതും ഇതേമാതിരി തന്നെ പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എല്ലാവരും റെഡിയാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണും